ഹായ് ഫ്രണ്ട്സ്. സോ ഇന്ന് 14ാമത്തെ ഡേയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇന്ന് പഠിക്കാൻ വന്നിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് തലേദിവസം തന്നതാണ്, ഇന്നലെ തന്നിട്ടുണ്ട്. സോഷ്യൽ സയൻസിലെ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിരുന്നു. 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഉൽപാദന പ്രക്രിയയിലൂടെ എന്നുള്ള ചാപ്റ്റർ. അതേപോലെ CPOയുടെ 2022 മെയിൻ എക്സാം അതിൻ്റെ പേപ്പർ. പിന്നെ ഉള്ളത് 6ാം ക്ലാസ്സിലെ തന്നെ മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും പദകോശവും അതേപോലെ ഗ്ലോസറിയും വൊക്കാബുലറിയിൽ വരുന്നതാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ അതാണ് പഠിക്കാൻ തന്നില്ല. സോ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നോർമലി പറയുന്ന പോലെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്കാണുള്ളത് നോക്കുക. 23 ക്വസ്റ്റ്യൻ ആണല്ലോ കേട്ടോ. 24 എണ്ണത്തിൽ 23 എണ്ണമാണ് നിങ്ങൾ മാർക്ക് നോക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ ആണ്. അപ്പോൾ അത് എന്ത് ചെയ്താൽ മതി, അത് ഞാൻ ഓപ്ഷനിൽ ഇട്ടിട്ടില്ല. നമുക്കത് ആ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഡാഷ്. 2. ഉൽപാദന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? 3. തെറ്റായ ജോഡി കണ്ടെത്തുക. 4. മൈ അങ്കിൾ ഹാസ് ഡാഷ് ഹൗസ്. 5. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ബി ഡിസ്കസ്ഡ് അറ്റ് എ മീറ്റിംഗ്. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആട്ടോ ഉദ്ദേശിക്കുന്നത്. 6. സരസ് പര്യായപദമാണ്. 7. നിജപ്പെടുത്തുക. 8. തെറ്റായ ജോഡി ഏത്? 9. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 10. ജീവകങ്ങളുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന 1, 2 ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്തിട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. 11. 1, 2 ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. 13. ചെണ്ട എന്ന വാദ്യോപകരണത്തിന് ചേരാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. 13. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ മാനുവൽ ഫ്രെഡറിക്കുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 14. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ശ്രീമതി P. വത്സലയുടെ നെല്ല്. 15. താഴെ പറയുന്നവയിൽ ഏത് സൂചന അല്ലെങ്കിൽ സൂചനകൾക്കാണ് വാഗ്ബടാനന്ദനുമായി ബന്ധമില്ലാത്തത്? 16. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകൾ. ഈ വരികളിൽ വെള്ളത്തോളിൻ്റെ ഏത് കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? 17. ഭൂപടങ്ങളിൽ കൃഷി സ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം. 18. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ ജലപാത NW1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 19. പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഊർജ സ്രോതസ്സാണ്. 20. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? 21. ഇന്ത്യയിലെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഭരണഘടനയിലെ ഏത് അനുച്ഛേദം? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഓപ്ഷനിലില്ല കേട്ടോ. 21ാമത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ ഓപ്ഷനിലില്ല. കാരണം ഇത് നിങ്ങൾ എക്സാം അടുക്കുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, മാറ്റിയിട്ട് ആൾ മാറിയിട്ടുണ്ടെങ്കിൽ മാറി പഠിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങൾ കറണ്ട് അഫെയർ അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ആരാണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം. അതുകൊണ്ട് ഞാനത് മാർക്കിൽ അത് കൂട്ടണ്ട ആ ക്വസ്റ്റ്യൻ. 22. ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? 23. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? 24. പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 15% അധികമാകരുതെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത്? ഓക്കെ, അങ്ങനെ 24 ക്വസ്റ്റ്യനിൽ 23 എണ്ണമാണ് നമുക്ക് മാർക്ക് നോക്കേണ്ടത്. ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് കറണ്ട് അഫെയർ ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്താ ചെയ്യണ്ട, അത് പരിഗണിക്കണ്ട. നിങ്ങൾ കറണ്ട് അഫെയറിൽ അത് നോക്കിയാൽ മതി, അറ്റോർണി ജനറൽ ആരാന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാമെന്നുള്ളത് നോക്കിയാൽ മതി. ഇനി അടുത്തത് ഇതിൻ്റെ ആൻസേഴ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഏത്? ഉൽപാദനം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഉൽപാദന ഘടകങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ധനം അല്ല. എന്താണ് വരിക? അതിന് പകരമായിട്ട് 4 ഉൽപാദന ഘടകങ്ങളാണുള്ളത്. അതിൽ 4ാമത്തേത് നടന്ന മൂലധനമാണ്. ഓക്കെ, ധനമല്ല കേട്ടോ, മൂലധനം തന്നെ വരണം. ക്യാപിറ്റൽ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. 3ാമത്തേതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി മൂലധനം ആണ്. മൂലധനത്തിൻ്റെ പ്രതിഫലമായിട്ട് ലഭിക്കുന്ന ധനമല്ല, എന്താണ്? പലിശയാണ്. മറ്റുള്ളവനൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സംഘാടനത്തിന് പ്രതിഫലമാണ്, സംഘാടനത്തിന്
പ്രതിഫലം ലാഭമാണ് കേട്ടോ. ഇവിടെ തെറ്റിയിട്ടുണ്ട്, സംഘാടനത്തിന് ലാഭം എന്നാണ് വേണ്ടത്. അപ്പോൾ തെറ്റായ ജോഡിയിൽ നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും വരും. ഓക്കെ, തൊഴിലിന് കൂലി തന്നെയാണ്, ഭൂമിക്ക് പാട്ടോ. അപ്പോൾ അത് രണ്ടിൽ ചെറിയൊരു പ്രശ്നം വന്നത്, അവിടെ ഒരു ഓപ്ഷൻ ഇട്ട് അതിലൊരു മിസ്റ്റേക്ക് പറ്റിയതാണല്ലോ. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്, എയും ഡിയും തെറ്റാണ് ഇതിൽ. 4 മൈ അങ്കിൾ ഹാസ് എ ഡാഷ് ഹൗസ്. എന്താണ്? മെജസ്റ്റിക് ആണ് വരും ആൻസർ, മെജസ്റ്റിക് ഹൗസ്. ഇതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട്. മൈ അങ്കിൾ ഹാസ് എ മെജസ്റ്റിക് ഹൗസ്. അടുത്തത് 5ാമത്തത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ബി ഡിസ്കസ്ഡ് അറ്റ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഐറ്റംസിനെ ഇതാക്കുന്നതാണ് അജണ്ട, ആ മീറ്റിങ്ങിൻ്റെ അജണ്ട എന്ന് പറയുന്നത്. സരസ് എന്നതിൻ്റെ അതേ അർത്ഥം വരുന്നതാണ് ഇത് പൊയ്ക. നിജപ്പെടുത്തുക, അതിൻ്റെ അർത്ഥം വരുന്നതാണിത് നിശ്ചയിക്കുക. നിജപ്പെടുത്തുക, നിശ്ചയിക്കുക. തെറ്റായ ജോഡി കണ്ടെത്താനാണ്. തെറ്റായ ജോഡി ഏതാ? അന്വസ്യൂതം. അനുസ്യൂതം എന്നുള്ളതാണ് തെറ്റ്. അനുസ്യൂതം കണ്ടിന്യൂസ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരിക. നിങ്ങൾ അത് നോക്കണേ, വേർഡ് മീനിങ് എന്താണെന്നുള്ളത് പഠിക്കണം. ഉഷസ് പ്രഭാതാണ്, ഉപായം എന്ന് വെച്ചാൽ യുക്തിയാണ്, നിസീമം എന്ന് വെച്ചാൽ അതിലില്ലാത്തതാണ്. ഇതൊക്കെ അതിൽ നിന്ന് തന്നിരിക്കുന്ന അതിൽ നിന്ന് എടുത്തിട്ട് ചോദിച്ചതാണ്. ഇനി അടുത്തത് നമുക്ക് പ്രീവിയസ് സ്ക്വയർ CPO എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. കേരള നെൽവേല തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരം? 2008 28-ാം നമ്പർ ആക്ട് പ്രകാരമാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ജീവകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റെറ്റിനോൾ. റെറ്റിനോൾ എന്താണ്? ആൻറ്റി സിറോഫ്താൽമിക് ആണ്. ഇനി നിയാസിൻ എന്നാണെങ്കിൽ ആൻറ്റി പെല്ലഗ്ര, ടോക്കോഫറോൾ ആണെങ്കിൽ ആൻറ്റി സ്റ്റെറിലിറ്റി, ഫില്ലോക്കിനോൺ ആണെങ്കിൽ ആൻറ്റി ഹെമറൈഡ്. അപ്പോൾ ഇത് ഏതാ വരിക? 1 C ആണ് ഇതല്ലേ വരിക. 1 C 2 A 3 D 4 B. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ ബി. 10ാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റിൽ ചേരുമ്പോഴാണ്. ലിസ്റ്റിൽ പകർച്ചപ്പനീൻ്റെ പകർത്തുന്നതാണ് ആര്? ഇൻഫ്ലുവൻസ വൈറസ്, ഫ്ലൂ പിടിക്കുന്നതൊക്കെ നമ്മൾ നോർമലി പറയുന്നതാണ്. പിന്നെ വസൂരി ആണെങ്കിൽ വരിയോള വൈറസ് ആണ്. മുണ്ടിനീരാണെങ്കിൽ മംസ് വൈറസ് ആണ്. സിഫിലിസ് ആണെങ്കിൽ ട്രിപ്പോണിമ പല്ലേഡിയം ആണ്. അപ്പോൾ ഇതിൽ 1 4 A 4 ആണ്. പിന്നെ B 3 അല്ല, B എന്നുള്ളത് വസൂരി തന്നെയല്ലേ വരിക, ഓപ്ഷൻ ബി തന്നെയാണല്ലോ. C 2 D 1 ട്രിപ്പോണിമ പല്ലേഡിയം. അപ്പോൾ B തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഇനി ചെണ്ട എന്ന വാദ്യോപകരണത്തിൽ ചേരാത്ത പ്രസ്താവന കണ്ടെത്താനാണ്. ഇതിൽ ചേരാത്തത് പഞ്ചവാദ്യങ്ങളിൽ പെടുന്നു എന്നുള്ളത് എന്തല്ല, അത് ശരിയല്ല, അതാണ് ഇതിൽ ചേരാത്തത്, തെറ്റായിട്ടുള്ളത്. അപ്പോൾ 2 മാത്രമാണ് ഇതിൽ ശരി. ഒക്കെ ചേരാത്തതായിട്ടുള്ള പ്രസ്താവന. അടുത്ത 13ാമത്തത് 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കൽ നേടിയ മാനുവൽ ഫ്രെഡറിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായിട്ടുള്ളതാണ് കേട്ടോ. അയാൾ മലയാളിയാണ്, അതേപോലെ ഹോക്കിയിലാണ് മെഡൽ നേടിയത്. അപ്പോൾ അത് 2 ശരിയാണ്, 2 3 ആണ് ഇതിൽ ശരിയായിട്ട് വരിക, ഓപ്ഷൻ ബി ആണ്. ഇനി 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ശ്രീമതി P വത്സലയുടെ നെല്ല് എന്നുള്ളത് നോവലാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അത് ഇപ്പോൾ കറണ്ട് അഫെയറിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റനാണ്. പ്രത്യേകിച്ച് P വത്സല അന്തരിച്ച ഒരു കറണ്ട് അഫെയർ ആയിട്ട് വരുവാണെങ്കിൽ നെല്ല് നോവലാണ്. താഴെ പറയുന്നവയിൽ ഏത് സൂചനകൾക്കാണ് ബന്ധമില്ലാത്തത് കേട്ടോ, ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ഇതിൽ 2 ആണ്. സിവിൽ വിവാഹ നിയമ നിർമ്മാണ ബില്ല് പാസ്സാക്കുന്നതിന് മുൻകൈ എടുത്തു എന്നുള്ളത് എന്തല്ല, ബന്ധമില്ല. അപ്പോൾ C ആണ് ഒരു ആൻസറായിട്ട്. അടുത്ത ഭാരതം എന്ന് പേര് കേട്ടാൽ അത് ദിവാസ്വപ്നത്തിൽ നിന്നുള്ള കൃതിയിൽ നിന്ന്, കവിതയിൽ നിന്ന് എടുത്താണ്. അപ്പോൾ തിളക്കണം ചോര ഞരമ്പുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വപ്നത്തിലല്ലേ അതൊക്കെ നടക്കൂ, ആ രീതിയിൽ അതൊന്ന് കണക്ക് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്കത് കിട്ടും. അല്ലെ, ചോരയൊക്കെ തിളക്കുകയെന്ന് വെച്ചാൽ അതെന്താണ്, സ്വപ്നത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറാണ് ഇത്, മഞ്ഞ. അപ്പോൾ മഞ്ഞൾ കൃഷി എന്ന് ഓർത്ത് വെച്ചാൽ മതി. നോർമലി നമ്മൾ പറയുന്നതാണ് മഞ്ഞൾ കൃഷി. അപ്പോൾ മഞ്ഞ നിറം കൃഷി സ്ഥലങ്ങളെയാണ് ചിത്രീകരിക്കുന്നത്. 18 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത. ആദ്യത്തെ ദേശീയ ജലപാത NW1 ഏറ്റവും വലുതിലല്ല ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഏതാ, ഗംഗയാണ് വരിക, ഗംഗയിൽ. പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളത് ചിലവ് കുറഞ്ഞതാണ് ഇത്, സൗരോർജ്ജം, സോളാർ എനർജി. 20 രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ്. 21 ഇന്ത്യയിലെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഇന്ത്യയിൽ ഇപ്പോഴുള്ള അറ്റോർണി ജനറൽ ആരാണെന്ന് വെച്ചാൽ R വെങ്കട്ടരമണിയാണ്. R വെങ്കട്ടരമണി കേട്ടോ, R വെങ്കട്ടരമണിയാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. അത് നിങ്ങൾ കറണ്ട് അഫെയർ ആണ്, വരുന്ന സമയത്ത് മാറുന്ന സമയത്ത് മാറ്റി പഠിച്ചോളൂ. 23 ഭരണഘടന ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ധനകാര്യ കമ്മീഷൻ? ധനകാര്യ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ അറിയാലോ, ആർട്ടിക്കിൾ 250 ഫിനാൻസ് കമ്മീഷൻ. 23 തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? 4 മാത്രമാണ് തെറ്റുള്ളൂ. നിർദ്ദേശക തത്വങ്ങൾ കോടതി മുഖേന നേടിയെടുക്കാൻ പറ്റൂല.
അപ്പോൾ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ബാക്കിയുള്ളതൊക്കെ ശരിയാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഈ 4ാമത്തെ തെറ്റായതുകൊണ്ടാണ് 4 മാത്രം കൊടുത്തത്. 24 പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 15% അധികമാകരുതെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് ഇത്. 91ാം ഭേദഗതി കേട്ടോ. 91ാം ഭേദഗതി. ഭേദഗതികളൊക്കെ നന്നായിട്ട് പഠിക്കണേ. ഇതിലുള്ളിലേക്ക് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പഠിച്ചു നോക്കാം. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അടുത്ത ദിവസത്തെ എന്ത് ചെയ്യുക ടോപ്പിക്സ് ഞാൻ തരാം. നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക കേട്ടോ. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നുള്ള പേടി അങ്ങ് പോകും. എക്സാം അറ്റൻഡ് ചെയ്യുന്നുള്ള പേടി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തെറ്റുകൾ വരുത്താനുള്ള ചാൻസ് കുറയും എക്സാം ഹാളിലെത്തുമ്പോൾ. എന്നിട്ട് നമ്മൾ ധൃതി പിടിച്ച് ചെയ്യുന്ന ഒരു ഇതൊക്കെ ഒന്ന് ഒഴിവാകും. മാക്സിമം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് ശീലാക്കും. അപ്പോൾ ഏറ്റവും നല്ലത് OMR ഉണ്ടെങ്കിൽ അതിൽ തന്നെ അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ശീലിക്കും. അതൊരു നല്ല ഒരു പ്രാക്ടീസാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസത്തെ ഞാനിടാം. ഓക്കെ, ബൈ.